വെരി ഗുഡ് മോർണിംഗ് മക്കളെ. അപ്പോൾ നമ്മൾ ഒരു പുതിയൊരു ചാപ്റ്ററിലേക്ക് കിടക്കുകയാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഇൻ്റർമീഡിയറീസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. 6ാമത്തെ ചാപ്റ്റർ 4ാമത്തെ മോഡ്യൂളാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച കുറേ കാര്യങ്ങൾ തന്നെയാണ് അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുറേ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നറിയാം. നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് അറിയാം അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും ഒന്ന് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നും അല്ലേ. അപ്പോൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് അതിൽ തന്നെ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറും ഉണ്ട്, നോൺ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറും ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ട് തരമുണ്ട്, ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും. അതിൽ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറും ഉണ്ട്, അതുപോലെ നോൺ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറും ഉണ്ട്. ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിൽ തന്നെ നമുക്കറിയാം അതിൽ എന്തൊക്കെ വരും, കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, കോപ്പറേറ്റീവ് ബാങ്ക്സ്, റീജിയണൽ റൂറൽ ബാങ്ക്സ്, ഇതൊക്കെ എന്താണ് ടൈപ്സ് ഓഫ് എന്താണ് ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറാണ്. അപ്പോൾ എന്താണ് ഓരോന്നും എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, വേഗത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കി പോവാം ഒന്നുകൂടി. ഓക്കെ, അപ്പോൾ ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിലെ ആദ്യത്തെ ടൈപ്പായിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇന്ന് നിലവിൽ 27 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട്. 27 പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഉണ്ട്. SBI ഉൾപ്പെടെയുള്ള അതിൽ 5 SBI ഉൾപ്പെടെയുള്ള 27 പബ്ലിക് സെക്ടർ ബാങ്കുകൾ എന്തുണ്ട് ഇന്ത്യയിലുണ്ട്. അതിൽ 19 എന്താണ് നാഷണലൈസ്ഡ്, അതുപോലെ തന്നെ 19 നാഷണലൈസ്ഡ് ബാങ്ക്സും ഉണ്ട് അല്ലേ. അപ്പോൾ 19 നാഷണലൈസ്ഡ് ബാങ്ക്സും ഉണ്ട്. അപ്പോൾ ഈ എല്ലാ ബാങ്കുകളും എന്താണെന്ന് വെച്ചാൽ RBIയുടെ കൺട്രോളിലാണ് അല്ലേ, RBIയുടെ അണ്ടർ കൺട്രോളിലാണ് എന്ത് ചെയ്യുക വരിക അല്ലേ. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പ് കാണാൻ പറ്റും. കുറേ കൂടി അതായത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ബാങ്കിങ് സർവീസുകൾ ഒന്നും കൂടി മോഡേണൈസ് ചെയ്ത് ഒന്നുകൂടി ഇന്നോവേറ്റീവായ രീതിയിൽ അതിൻ്റെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളാണ് ശരിക്കും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. അപ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തന്നെ എന്താണ് പലതരത്തിലുള്ള ഒരുപാട് ബാങ്കുകൾ എന്തുണ്ട് ഇന്ത്യയിൽ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ അതിൽ ഇന്ത്യയിൽ 27 പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഇൻക്ലൂഡിങ് SBI ഉൾപ്പെടെയുള്ള 27 പബ്ലിക് സെക്ടർ ബാങ്കുകളും 19 നാഷണലൈസ്ഡ് ബാങ്ക്സുമാണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നത് പ്രവർത്തിച്ചു വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞു 27 പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട്. അതിൽ 19 വേറെ സെപ്പറേറ്റ് പറയുന്നുണ്ട്. 19 ബാങ്കുകൾ നാഷണലൈസ്ഡ് ബാങ്ക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. SBI ഉൾപ്പെടെയുള്ള 27 പബ്ലിക് സെക്ടർ ബാങ്കുകളുണ്ട് എന്ന് പറഞ്ഞു. ഇനി പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ 13 പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്താണ് നിലവിലുണ്ട്. അതിൽ തന്നെ 7 ബാങ്കുകൾ, പുതിയ 7 ബാങ്കുകൾ ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് വന്നിട്ടുള്ള 7 പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ 1993 ഇത് സംബന്ധിച്ച ഒരു എന്താണ് RBI പുതിയൊരു റെഗുലേഷൻസ് കൊണ്ടുവന്നിരുന്നു. ആ ഒരു റെഗുലേഷൻസ് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് പുതിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്ത് ചെയ്യുന്നത് പ്രവർത്തിച്ചു വരുന്നത്. പിന്നെ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പുറമെ ഇന്ത്യയിൽ ഏകദേശം 43 ഫോറിൻ ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ബ്രാഞ്ചസ് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 26 രാജ്യങ്ങളിലധികം 26 രാജ്യങ്ങളിലെ 43ഓളം ബാങ്കുകൾ, ഫോറിൻ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് പറയാനുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു ടൈപ്പ് ബാങ്കാണ് നമുക്കറിയാം കോപ്പറേറ്റീവ് ബാങ്ക്സും എന്താണ് എ ടൈപ്പ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്കാണെന്ന് നമുക്ക് അറിയാം.
അപ്പോൾ ഏകദേശം ഈ കോപ്പറേറ്റീവ് ബാങ്കിന് ഇന്ന് രാജ്യത്ത് 14,484 ബ്രാഞ്ചുകൾ, ഏകദേശം ഇന്ത്യയിലെ 523 ഡിസ്ട്രിക്റ്റിലായിട്ട് 14,484 ബ്രാഞ്ചുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പരന്ന് കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത്രയും വിപുലമായ പ്രവർത്തനമാണ് എന്ത് കോപ്പറേറ്റീവ് ബാങ്കുകളും കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യുന്നത്, കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നീട് എന്താ വെച്ചാൽ പല ബാങ്കുകൾ എന്ത് ചെയ്തു, മറ്റ് പല ബാങ്കുകളുമായിട്ട് എന്ത് ചെയ്തു, മെർജ് ചെയ്തു. അപ്പോൾ അതിൽ തന്നെ പ്രധാനമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത് SBI അതിൻ്റെ 5 അസോസിയേറ്റ് ബാങ്കുകളൊക്കെ എന്ത് ചെയ്തു, SBIയിലേക്ക് എന്ത് ചെയ്തു, മെർജ് ചെയ്തു. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കനാർ ആൻഡ് ജയ്പൂർ SBBJ എന്നുള്ള ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് SBH, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ SBM, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്ടിയാല SBP, അതുപോലെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന മുമ്പ് കണ്ടിരുന്ന SBT, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ. ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായി, SBIയിൽ എന്ത് ചെയ്തു, മെർജ് ചെയ്തു, SBIയിൽ ലയിച്ചു. ഇപ്പോൾ ഇതൊക്കെ എന്താണ്, SBI എന്നുള്ള പേരിൽ തന്നെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പലതരത്തിലുള്ള ബാങ്കിങ്ങിൽ കുറേ ഇന്നോവേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു, വളരെ അടുത്തായിട്ട് എന്ത് ചെയ്തു, നടക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഈ ഇൻ്റർമീഡിയറീസിൽ തുടക്കത്തിൽ, അതായത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഇൻ്റർമീഡിയറീസ് എന്നുള്ള ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻട്രൊഡക്ഷൻസൊക്കെയാണ് നമുക്ക് തരാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുമ്പോൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്കറിയാം, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഫങ്ഷനെ നമ്മൾ പ്രൈമറി ഫങ്ഷൻസ് അല്ലേ. എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കുറേ പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട്. ആ പ്രൈമറി ഫങ്ഷൻസിന് ഉപരി പിന്നീട് എന്തുണ്ട്, അതിന് പുറമെ വേറെയും കുറേ ഫങ്ഷൻസ് ഉണ്ട്. അതായത് എന്താണ്, ജനറൽ സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ പ്രൈമറി ഫങ്ഷൻസ് ഉണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കിന്, സെക്കൻഡറി ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ അതിന് പുറമെ എന്താണ്, ജനറൽ യൂട്ടിലിറ്റി സർവീസുകൾ അല്ലേ, അങ്ങനെ ജനറൽ യൂട്ടിലിറ്റി സർവീസുകളായിട്ട് കൊടുക്കുന്നുണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ. അപ്പോൾ ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്നോവേറ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, അതായത് ഇന്നോവേറ്റീവ് ഫങ്ഷൻസ്, കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഫങ്ഷനെ നമ്മളെന്താണ്, പ്രൈമറി ഫങ്ഷനും സെക്കൻഡറി ഫങ്ഷനും ഇന്നോവേറ്റീവ് ഫങ്ഷനും ആക്കിയിട്ട് 3ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ ജനറൽ യൂട്ടിലിറ്റി ഫങ്ഷൻസും കൂടി കൂട്ടത്തിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇത് എന്നുള്ളതാണ് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത്. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്, അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ തന്നെയാണ്. അതായത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ് പ്രൈമറി ഫങ്ഷൻ, എന്താണ് സെക്കൻഡറി ഫങ്ഷൻ, എന്താണ് ഇന്നോവേറ്റീവ് ഫങ്ഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോന്നും നോക്കാം. അപ്പോൾ പ്രൈമറി ഫങ്ഷൻ, അതായത് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന് 5 പ്രൈമറി ഫങ്ഷൻസ് ആണുള്ളത്. 5 പ്രൈമറി ഫങ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ റിസീവിങ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക അല്ലേ. അതാണ് ഒന്നാമത്തെ ഫങ്ഷൻ. അതായത് പ്രൈമറി ഫങ്ഷനിൽ ഒന്നാമത്തെ ഫങ്ഷൻ വരുന്നത് എന്താണ്, റിസീവിങ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക് അല്ലേ. ഇനി രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് അല്ലേ. അതായത് മേക്കിംഗ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ആണ് എന്ത്, രണ്ടാമത്തെ പ്രൈമറി ഫങ്ഷൻ. മൂന്നാമത്തെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ക്രിയേഷൻ അല്ലേ. മൂന്നാമത്തെ പ്രൈമറി ഫങ്ഷൻ എന്താണ്, ക്രെഡിറ്റ് ക്രിയേഷനാണ്. നാലാമത്തെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ യൂസ് ഓഫ് ചെക്ക് സിസ്റ്റം ആൻഡ് ദ പ്ലാസ്റ്റിക് കാർഡ്. 4 ഫങ്ഷൻ നമ്പർ 4 എന്താണ്, യൂസ് ഓഫ് ചെക്ക് സിസ്റ്റം ആൻഡ് പ്ലാസ്റ്റിക് കാർഡ്. അഞ്ചാമത്തെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്. അപ്പോൾ എന്താണ് ഓരോന്നും, അതായത് 5 പ്രൈമറി ഫങ്ഷൻസ് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഓരോന്നും എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് അതിലൂടെ നമുക്കൊന്ന് പോവാം, ആ ഭാഗങ്ങളിലൂടെ.
ആദ്യത്തെ ഫംഗ്ഷൻ റിസീവിങ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദ പബ്ലിക് എന്താ നോക്കി നോക്കൂ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. ഇറ്റ് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ഫ്രം എവറി ക്ലാസ് ആൻഡ് ഫ്രം എവറി സോഴ്സ് ടു അട്രാക്ട് സേവിങ് ഫ്രം ഓൾ സോർട്സ് ഓഫ് ഇൻഡിവിജ്വൽസ്. ദ ബാങ്ക് മെയിൻറ്റെയിൻസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്സ് അല്ലേ. അപ്പോൾ റിസീവിങ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്കാണ്. അതായത് എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ഫംഗ്ഷനിൽ ഒന്നാണ് എന്ത്, പരമാവധി എന്ത് ചെയ്യുക, ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യുക, ബാങ്കിലേക്ക് എത്തിക്കുക അല്ലേ, ബാങ്കിലേക്ക് എത്തിക്കുക. അപ്പോൾ അങ്ങനെ ബാങ്കിലേക്ക് എത്തിക്കുമ്പോൾ അതെന്ത് ചെയ്യുക, പരമാവധി ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യുക, പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക അല്ലേ. അപ്പോൾ എല്ലാ സോഴ്സസിൽ നിന്നുള്ള ഡെപ്പോസിറ്റ്സ് എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുക അല്ലേ. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക വെച്ചാൽ അട്രാക്റ്റ് ചെയ്യുക, സേവിങ്സിനെ എന്ത് ചെയ്യുക, സേവിങ്സിനെ ആളുകളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിനെ എന്ത് ചെയ്യുക, സേവിങ്സിന് പ്രൊമോട്ട് ചെയ്യുക. അങ്ങനെ സേവിങ്സിന് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ എന്ത് ചെയ്യും, അവരുടെ അക്കൗണ്ടുകളിൽ ക്യാഷ് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിന് എന്ത് ചെയ്യാൻ പറ്റും, ബാങ്കിന് അതിൻ്റെ ഒരു ലിക്വിഡിറ്റി അല്ലെങ്കിൽ ബാങ്കിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ച് പോരാൻ അല്ലെങ്കിൽ ക്യാഷ് ൻ്റെ ഒരു സോഴ്സ് അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് ക്യാപിറ്റലായിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള നിലയ്ക്ക് ആ ഒരു ഡെപ്പോസിറ്റുകൾ എന്ത് ചെയ്യും, ബാങ്കിനെ മുന്നോട്ട് പ്രവർത്തിച്ചു പോകാൻ സഹായിക്കും. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രൈമറി ഫംഗ്ഷനായിട്ട് പറയുക. അപ്പോൾ ഈ പ്രൈമറി ഫംഗ്ഷനിൽ തന്നെ നമ്മൾ പറഞ്ഞു റിസീവിങ് ഡെപ്പോസിറ്റ് ഫ്രം ദ പബ്ലിക്കാണ്. പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രം എവറി സോഴ്സിൽ നിന്ന്. അപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ തന്നെ ഉണ്ട്. അപ്പോൾ ഡെപ്പോസിറ്റുകൾ തന്നെ നമ്മൾ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ട്, കറണ്ട് ഡെപ്പോസിറ്റ് ഉണ്ട്, സേവിങ്സ് ഡെപ്പോസിറ്റ് ഉണ്ട്, റിക്കറിംഗ് ഡെപ്പോസിറ്റ് ഉണ്ട്, ഹോം സേഫ് ഡെപ്പോസിറ്റ് ഉണ്ട്. ഡെപ്പോസിറ്റുകളിൽ നമ്മൾ നേരത്തെ ഒരു 4 ടൈപ്പ് ഡെപ്പോസിറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഫിക്സഡ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്, റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഹോം സേഫ് ഡെപ്പോസിറ്റ്, ഒരു 5 ടൈപ്പ് ഡെപ്പോസിറ്റുകളെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ടൈം ഡെപ്പോസിറ്റ്. മണി ഈസ് ഡെപ്പോസിറ്റഡ് ഇൻ ദീസ് അക്കൗണ്ട്സ് ഫോർ എ ഫിക്സഡ് പീരീഡ് ഓഫ് ടൈം. ഇറ്റ് ക്യാൻ ബി വിഡ്രോൺ ബിഫോർ ദ എക്സ്പയറി ഓഫ് ദാറ്റ് പീരീഡ്. ഹൗവർ ഇറ്റ് ക്യാൻ ബി വിഡ്രോൺ ബിഫോർ ദ മെച്യൂരിറ്റി ഡേറ്റ് ബൈ ഡിസ്കാർഡിംഗ് ദ ഇൻട്രസ്റ്റ് അറ്റ് ലീസ്റ്റ് partly. The rate of interest given to fixed deposit is higher than other types of deposit. Rate of interest may be higher if the period of deposit is long അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നമ്മളൊക്കെ അറിയാം അല്ലേ. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ ടൈം ഡെപ്പോസിറ്റ് എന്ന പേരിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക വെച്ചാൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യാണ്, ക്യാഷ് എന്ത് ചെയ്യാണ്, ഡെപ്പോസിറ്റ് ചെയ്യാണ്. ഒരു ഫിക്സഡ് ടൈം പീരീഡിലേക്ക് എന്ത് ചെയ്യുക, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാണ്. അപ്പോൾ ആ പീരീഡിനകത്ത് അതിൻ്റെ എക്സ്പയറി പീരീഡ് അല്ലെങ്കിൽ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് അത് എന്ത് ചെയ്യാൻ പാടില്ല, വിഡ്രോ ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഡെപ്പോസിറ്റുകളെയാണ് എന്ത് പറയുക, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. എന്നിരുന്നാലും അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്ത് ചെയ്യാം, മെച്യൂരിറ്റിക്ക് മുമ്പേ ആവശ്യമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ത് ചെയ്യാം, പിൻവലിക്കാം. അങ്ങനെ പിൻവലിക്കുന്ന സമയത്ത് അതിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ എന്തുണ്ടാവും, വ്യത്യാസം വരും അല്ലേ. അപ്പോൾ പറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഓക്കെ, അപ്പോൾ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫിക്സഡ് ആണ് അല്ലേ. ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താ വെച്ചാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സഡ് ആണ്. അത് സാധാരണയായിട്ട് മറ്റ് ടൈപ്പ് ഡെപ്പോസിറ്റുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റിന് എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്താണ്, കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ കാലഘട്ടം നീങ്ങുന്നതിനനുസരിച്ച്, അതായത് പീരീഡ് ലോങ് ആവും തോറും ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്താവും, കൂടുതലായിരിക്കും. അതാണ് ഇതിൽ പറയുന്നത്. അതാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് അക്കൗണ്ടുകളെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഡെപ്പോസിറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് കറണ്ട് ഡെപ്പോസിറ്റ്സ് എന്ന് നോക്കി നോക്കാം. ദീസ് ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ബിസിനസ്മാൻ. കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സ് ഷുഡ് കീപ്പ് എ മിനിമം ബാലൻസ് ഓഫ് ₹500 ടു കീപ് ദ അക്കൗണ്ട് റണ്ണിങ്. ഇറ്റ് ഈസ് എ മെക്കനൈസ്ഡ് ബ്രാഞ്ച്. എ മിനിമം ബാലൻസ് ഓഫ് ₹5,000 ടു ബി മെയിൻറ്റൈൻഡ്. എനി എമൗണ്ട് ക്യാൻ ബി ഡെപ്പോസിറ്റഡ് ഇൻ ദിസ് അക്കൗണ്ട് ആൻഡ് ദ ഡെപ്പോസിറ്റ് ക്യാൻ ബി വിഡ്രോൺ ബൈ യൂസിങ് ചെക്സ്. ദേ ക്യാൻ വിഡ്രോ എനി എമൗണ്ട് ഫ്രം ദെയർ കറണ്ട് ഡെപ്പോസിറ്റ് അറ്റ് എനി ടൈം വിത്തൗട്ട് prior notice. They are permitted to overdraw his account if he has entered into a special arrangement with the bank in this respect. Ordinarily no interest is allowed in these types of accounts. The bank may charge a nominal account as incidental charges from the depositor അല്ലേ. അപ്പോൾ എന്താണ് കറണ്ട് ഡെപ്പോസിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ബിസിനസ്സുകാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ടൈപ്പ് ഡെപ്പോസിറ്റാണ് എന്ത്, കറണ്ട്
കറണ്ട് ഡെപ്പോസിറ്റ്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഹോൾഡേഴ്സിനാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഈ കറണ്ട് ഡെപ്പോസിറ്റ് എന്ത് ചെയ്യാൻ പറ്റുക, അങ്ങനെയുള്ളൊരു ഡെപ്പോസിറ്റ് സ്കീമിൽ ചേരാൻ പറ്റുക. ഓക്കെ, അപ്പോൾ മിനിമം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5000 രൂപ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടുകളാണ് ശരിക്കും എന്ത് കറണ്ട് ഡെപ്പോസിറ്റ്. മിനിമം ബാലൻസ് 500 ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുള്ളൂ, ഈ അക്കൗണ്ട് മുന്നോട്ട് പോകുള്ളൂ, റൺ ചെയ്ത് പോകുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അക്കൗണ്ടിൽ എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, എത്ര വേണമെങ്കിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, എത്ര വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് വിഡ്രോ ചെയ്യുകയും ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും വിഡ്രോ ചെയ്യാം. അപ്പോൾ ചെക്കുകളൊക്കെ ഉപയോഗിച്ച് വിഡ്രോ ചെയ്യാം കറണ്ട് ഡെപ്പോസിറ്റിൽ നിന്ന് എമൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ടൊരു നോട്ടീസൊന്നും ഇല്ല, ഒരു നോട്ടീസ് പീരീഡ് ഇന്ന സമയത്തിനുള്ളിൽ ഇട്ടിട്ട് ഇന്ന സമയത്ത് എടുക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പ്രയർ നോട്ടീസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് പിൻവലിക്കുക അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കറണ്ട് അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഡെപ്പോസിറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, കറണ്ട് ഡെപ്പോസിറ്റ് എന്ന് പറയുക. ഇപ്പോൾ കറണ്ട് ഡെപ്പോസിറ്റ് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യ സമയത്ത് എന്ത് ചെയ്യാം, ഓവർ ഡ്രാഫ്റ്റ് എന്ത് ചെയ്യാൻ അപ്പോൾ 50,000 രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലുള്ളതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് 60,000 രൂപ എന്ത് ചെയ്യാം, പിൻവലിക്കാം. അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റിയും കൂടിയുള്ള ഒരു അക്കൗണ്ടാണ് എന്ത് ഈ കറണ്ട് ഡെപ്പോസിറ്റ്. അപ്പോൾ കറണ്ട് ഡെപ്പോസിറ്റിന് സാധാരണയായിട്ട് എന്തില്ല വെച്ചാൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല എന്ന് മാത്രമല്ല കറണ്ട് ഡെപ്പോസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ ബാങ്കിന് എന്ത് കൊടുക്കണം, ഒരു നോമിനൽ ആയിട്ടുള്ള ഒരു ചാർജും ഒരു എമൗണ്ട് ചാർജും എന്ത് ചെയ്യണം, ഡെപ്പോസിറ്റർ പേ ചെയ്യണം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടൈപ്പായിട്ടുള്ള കറണ്ട് ഡെപ്പോസിറ്റ്. ഇപ്പോൾ കറണ്ട് ഡെപ്പോസിറ്റിൽ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ബാങ്കുമായിട്ടുള്ള ഒരു സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ്, ബാങ്കുമായിട്ടുള്ളൊരു ബന്ധം അല്ലേ. അപ്പോൾ എത്രത്തോളം നല്ല കസ്റ്റമറാണ്, അപ്പോൾ ആ കസ്റ്റമറുടെ ആ ഒരു ഇത് പൊട്ടൻഷ്യലൊക്കെ നോക്കിയിട്ടാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി, അവർക്ക് ഓവർ ഡ്രാഫ്റ്റ് ലിമിറ്റൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ടൈപ്പ് ഡെപ്പോസിറ്റ്, കറണ്ട് ഡെപ്പോസിറ്റ്. മൂന്നാമത്തെ ടൈപ്പ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടാണ്. അപ്പോൾ സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതായത് എന്താണ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആക്സെപ്റ്റ് സേവിങ് ഡെപ്പോസിറ്റ്. ഇറ്റ് മെയിൻലി ഡൺ ടു എൻകറേജ് ദ സേവിങ് ഹാബിറ്റ് ഓഫ് ദ പീപ്പിൾ. ദീസ് അക്കൗണ്ട്സ് ആർ മീൻ ഫോർ എ മിഡിൽ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സ്. ഇറ്റ് ക്യാൻ ബി ഓപ്പൺഡ് വിത്ത് എ മിനിമം എമൗണ്ട് ഓഫ് ₹5. In these variations of minimum amount to be kept in different banks. The minimum balance ₹500 for saving bank accounts with a check facility in urban centers and a metro cities branch of State Bank of India. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കറിയുന്ന, നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്ന ഒരു ഡെപ്പോസിറ്റാണ് എന്ത്, സാധാരണക്കാർ ഏറ്റവും താഴെ തട്ടിലുള്ള ഇൻകം കുറഞ്ഞ ആളുകൾ അവർക്ക് എന്താണ് ഒരു സേവിങ് ഹാബിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ എന്ത് ചെയ്യാണ്, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ചെയ്യുന്ന ഡെപ്പോസിറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുക, സേവിങ് ഡെപ്പോസിറ്റ് എന്ന് പറയുക. ഓക്കെ, സേവിങ്സ് ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ ശരിക്കും എന്താണ് വരിക വെച്ചാൽ മിനിമം ബാലൻസ് ഒരു 500 രൂപ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, പ്രവർത്തിക്കും. അപ്പോൾ ഇവിടെ ചെക്ക് ഫെസിലിറ്റി ഒക്കെ എന്ത് ചെയ്യും, അതിൽ ഉൾപ്പെടും. അപ്പോൾ അർബൻ ഏരിയയിൽ ഓരോ ബാങ്കിനും എന്താണ്, സേവിങ് ബാങ്ക് അക്കൗണ്ടിന് മിനിമം ബാലൻസ് എന്താണ്, ഓരോ ബാങ്കിനും വ്യത്യസ്തമാണ്. അപ്പോൾ മിനിമം ഒരു 500 രൂപ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടുന്ന് അങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, ഈ സേവിങ് ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യാം, ഡെപ്പോസിറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. അതാണ് സേവിങ് ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്.